ആഗസ്റ്റ് 21 കത്തോലിക്ക സഭ വിശുദ്ധ 10-ാം പിയൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇറ്റലിയിലെ വെനീസിന് സമീപം വീസ് എന്ന ഗ്രാമത്തിൽ 1835 ജൂൺ 2 ജോസഫ് സാർത്തോ എന്ന നാമമുള്ള 10-ാം പിയൂസ് മാർപ്പാപ്പ ജനിച്ചത്. തിരുസഭയുടെ മുഖ്യ അജപാലകൻ എന്ന നിലയിൽ സ്വയം ത്യാഗത്തിൻ്റെ മാതൃകയും അതിയായ ഉത്സാഹവും വിശുദ്ധൻ പ്രകടമാക്കി. ക്രിസ്തീയ പ്രമാണങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു വിശുദ്ധൻ. ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. തന്നെ ഏൽപ്പിച്ച പദവികളിൽ വിശുദ്ധൻ പ്രകടമാക്കിയ കഠിന പ്രയത്നം, അതിയായ ഭക്തി തുടങ്ങിയവ മൂലം 1903 ഓഗസ്റ്റ് 4 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും പിയൂസ് 10 എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദിവ്യത്വവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് അതിനോടകം തന്നെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കുർബാനയുടെ മാർപ്പാപ്പ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കൂദാശകളെ സമീപിക്കുമ്പോഴും ദിവസേനയുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നന്നായി തയ്യാറെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 20-ാം നൂറ്റാണ്ടിൽ 10-ാം പിയൂസ് മാർപ്പാപ്പ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് നിർത്താൻ തീരുമാനിക്കുകയും സുഹൃത്തുക്കളെയും പരിചയക്കാരെയും തന്നോടൊപ്പം മേശ പങ്കിടാൻ ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം സന്ദർശകർക്കായി പേപ്പൽ ഡൈനിങ് റൂം തുറന്നുകൊടുത്തു. ഇടവക വൈദികനായിരുന്ന വർഷങ്ങളിൽ അദ്ദേഹം ഒരു മതബോധന ഗ്രന്ഥം എഴുതി. റോമൻ പോണ്ടിഫ് എന്ന നിലയിൽ അദ്ദേഹം റോം രൂപതയ്ക്കായി ക്രിസ്ത്യൻ സിദ്ധാന്തത്തിൻ്റെ ഒരു പാഠം തയ്യാറാക്കി. അത് ഇറ്റലിയിലും ലോകമെമ്പാടും പ്രചരിപ്പിച്ചു. 21-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെപ്പോലെ വിശുദ്ധ 10-ാം പിയൂസും അഭയാർത്ഥികൾക്കും ഭവനരഹിതർക്കുമായി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയോട് ചേർന്നുള്ള ഒരു കെട്ടിടം തുറന്നുകൊടുത്തു. 1-ാം ലോകമഹായുദ്ധം ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശ്വാസനാളത്തെ ബാധിക്കുന്ന രോഗത്തെ തുടർന്ന് പാപ്പ 1914 ഓഗസ്റ്റ് 20 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1954 മെയ് 29 പിയൂസ് 12-ാം പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്.